ഇന്നൊരു കുട്ടി വ്ലോഗാട്ടോ, പക്ഷെ കുറേ മെമ്മറീസും നല്ല മൊമെന്റ്സും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല ഈവനിങ്. ഇവരെ നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇവരെ കണ്ട ഒരു ഈവനിങ്. ഇതിപ്പോൾ കുറേ കാലമായിട്ടോ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട്. കൊറോണയ്ക്കൊക്കെ മുമ്പ് ഇത് സ്ഥിരമായിരുന്നു. ഞങ്ങൾ സ്ഥിരമായിട്ട് പുറത്ത് കാണുമായിരുന്നു, വീട്ടിൽ കാണുമായിരുന്നു, ഗേൾസ് ഒരുമിച്ച് കൂടുമായിരുന്നു. നമ്മളിവിടെ ഇരുത്തിയിട്ട് നമുക്ക് പോകാം. ഇവളുടെ ബേബി ഷവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3ാമത്തെ കൊച്ചിൻ്റെ അമ്മയാന്ന് കണ്ടാ പറയോ? പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ ഷോപ്പുകൾ കയറി ഇറങ്ങി നടക്കുക, കുറേ വർത്താനം പറയാ, ചിരിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ മിസോഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞങ്ങളെല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഓഫീസ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഈ മിസോഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. ഞങ്ങളെല്ലാവരും സ്യൂരിഹിൻ്റെ അടുത്തുമായിട്ടൊക്കെയുള്ള പല ഭാഗത്താണ് താമസിക്കുന്നത്. പക്ഷേ ഒരു ട്രെയിനൊക്കെ എടുത്ത് സുഖമായിട്ട് വരാൻ പറ്റും. എന്നാൽ തന്നെയും ഈ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കുക, ഇറങ്ങുക, അതൊക്കെ കുറച്ച് ചടങ്ങുകളായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ലൈഫിൽ പുതിയ ഇവൻറ്റുകളൊക്കെ വരുമ്പോഴത്തേക്കിനും അതുമായിട്ടൊക്കെ ഒന്ന് കോപ്പപ്പായി പോകുമ്പോഴത്തേക്കിനും കുറച്ച് സമയമൊക്കെ എടുക്കും ഒന്ന് പഴയ ഫേസിലേക്ക് തിരിച്ചു വരാനായിട്ട്. അവള് 2 കൈ കൊണ്ട് സർജറി ചെയ്തിട്ട് ശരിക്കും വർത്താനത്തിൻ്റെയൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അതുപോലെയൊക്കെ തന്നെ. പിന്നെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണങ്ങൾ കൂടിയതിൻ്റെ വിശേഷങ്ങൾ കുറച്ചധികം ഉണ്ടായിരുന്നു എന്ന് മാത്രം. പക്ഷെ ഞങ്ങൾ ഓൾറെഡി കണ്ടപ്പോഴത്തേക്കിനും ഈവനിങ് ഒരു 6 മണിയായിരുന്നു. പിന്നെ ഞങ്ങളൊരു 10 മണി വരെ ഇരുന്നിട്ടാണ് പോയതെന്ന് മാത്രം. This is for all of us. ആദ്യം ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് പോകാൻ ഭയങ്കര ചിൽഡാട്ടോ. കാര്യം നമുക്ക് ഒത്തിരി സമയം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയാം. ഫുഡൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആവും, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്, വെറൈറ്റി ആണ് കേട്ടോ. എല്ലാവരും പലത് ഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റി. പക്ഷേ ഇവിടെ ഒരാളുടെ മുഖം കണ്ടോ? ആൾ ഓർഡർ ചെയ്ത സാധനം അല്ല വന്നത്. ഓർഡർ എടുത്തതിന് ശേഷം അവർ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ കരുതി അവൾ അത് തന്നെയായിരിക്കും ഓർഡർ ചെയ്തതെന്ന്. പക്ഷെ അവളത് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. നമുക്ക് വായിക്കൊള്ളാത്ത പേരുകളായതുകൊണ്ടേ ശ്രദ്ധിച്ച് ഓർഡർ ചെയ്യണം. പിന്നെ അതങ്ങോട്ട് കാര്യമാക്കിയില്ല. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് കഴിക്കാനാണല്ലോ ഇരിക്കുന്നത്. അവരവരുടെ പ്ലേറ്റൊക്കെ അവരുടെ മുമ്പിലായിരുന്നേ ഉള്ളൂ. പിന്നെ അവസാനം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുമായിരുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം സമാധാനമാക്കി അവളെയും സമാധാനിപ്പിച്ച് ഞങ്ങൾ നല്ലൊരു ഈവനിങ് പഴയ മെമ്മറീസൊക്കെ ആയവിറക്കി അങ്ങനെ അങ്ങോട്ട് ഒരു 10 മണി വരെ പോയത് അറിഞ്ഞില്ല. നമുക്ക് എല്ലാവർക്കും പിറ്റേ ദിവസം ജോലിക്ക് പോകാനുള്ളതായിരുന്നതുകൊണ്ട് അവിടെ തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ ചില്ലിയാന്ന് കരുതി. സത്യം. അതാണ് കിംചി. ദാറ്റ് ഈസ് കിംചി. അങ്ങനെ കുറച്ച് നല്ല മൊമെൻറ്റ്സ് ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് കുറേ വിശേഷങ്ങളും പറഞ്ഞ് ഒത്തിരി നാൾ നമ്മൾ കാണാതിരുന്നാലും പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒട്ടും ഡിസ്റ്റൻസും നമുക്ക് തോന്നാത്ത രീതിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അവരാണ് ഈ പറയണ ഈ 3 പേര്. ആൻഡ് ഞങ്ങൾ സ്ഥിരമായിട്ടുള്ള ഞങ്ങളുടെ റിച്വൽസ് മറക്കാറില്ല. ഫോട്ടോസ് എടുക്കൽ അതെന്തായാലും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇനി കണ്ടോളാം, പഴയ പോലെ മടിയൊന്നും പിടിച്ച് വീട്ടിലിരിക്കത്തില്ല,
ഇനിയിപ്പം കുട്ടികളൊക്കെ കുറച്ചായി, എൻ്റെ സിംഗിൾനെത്തിൽ നിന്ന് ഞാൻ പുറത്ത് വന്നു. ഇപ്പം അതുകൊണ്ട് ഞാൻ പുതിയൊരു ലൈഫായിട്ട് സെറ്റിൽ ഡൗൺ ആയി. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അവരവരുടെ ആ ഒരു സമയമൊക്കെ ഉണ്ടാക്കി വൈകുന്നേരങ്ങളിൽ കാണാം. ഓഫീസിലൊക്കെ എല്ലാവരും പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കാണാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളുടെ ട്രെയിനും ബസ്സൊക്കെ നോക്കി ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് പിരിഞ്ഞു. പോണ കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും നമ്മൾ സൂൺ തന്നെ കാണും. അങ്ങനെ ഇവരുമായിട്ടുള്ള പഴയ വീഡിയോസൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് മുകളിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങൾക്കിവിടെ ലോങ് വീക്കെൻഡ് വരാണ്. അപ്പോൾ കുറച്ച് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ സൂൺ വരും. അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ.